ഈ നിമിഷം മുതൽ ഏക ഹൃദയത്തോടുകൂടി ജീവിക്കുവാനുള്ള വലിയ തീരുമാനമെടുക്കുക. വള്ളത്തോൾ പാടിയിട്ടുണ്ട്, പാണിയോട് പാണി ചേർന്നാൽ പോരാ, കൃത്തിനോട് കൃത്ത് ചേണിയൊന്നു ചേരുകിൽ താൻ ദമ്പതി ഭാവം. പാണിയോട് പാണി ചേർന്നാൽ പോരാ, കൈയോട് കൈ ചേർന്നാൽ പോരാ. അത് നമുക്ക് വിവാഹത്തിനിടയ്ക്ക് കർമ്മമുണ്ട്. വധുവരന്മാര് കൈ ചേർത്ത് പിടിക്കും. സാധാരണ ക്ഷയിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളത് പറഞ്ഞു കൊടുക്കുന്നത്. ക്ഷയിക്കാണ്ടൊന്നുമല്ല, പൗലോസ്ലിഹയുടെ വലിയൊരു ദൈവശാസ്ത്രം പുനരവതരിപ്പിക്കപ്പെടുക. അപ്പൊ ഈ കൈയോട് കൈ ചേർത്ത് വെച്ചാൽ പോരാ, മറിച്ച് കൃത്തിനോട് കൃത്ത്, ഹൃദയത്തോട് ഹൃദയം, ചേടി എന്ന് ചേരുകിൽ ചേരേണ്ട വിധത്തിൽ ചേർന്നാൽ അതാണ് ദാമ്പത്യം. എങ്ങനെയാണ് ചേരേണ്ട വിധത്തിൽ ചേരുക? അതാണ് ഓരോ മാതാപിതാക്കളും നമ്മളോട് പറഞ്ഞു തരേണ്ടത്. വിവാഹിതരാകുന്ന ഓരോ ചെറുക്കനും പെണ്ണും പുരുഷനും സ്ത്രീയും നമ്മളോട് പറയേണ്ടത്. കൈകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയുള്ളൂ. അത് ബാഹ്യമായിട്ടുള്ള ഐക്യത്തിന്റെ അടയാളമാണ്. സഭയുടെ കൈകൾ ചേർത്ത് പിടിക്കുവാനായിട്ട് പറയുമ്പോൾ അതിന് വലിയ ഒരു ആന്തരിക അർത്ഥം കൂടി. എഫേസസുകാരുടെ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്, ഭാര്യ ശരീരമാണ്, അവരിരുവരും ഒന്നാണ്, ഒറ്റ ശരീരമാണ്. അവർക്ക് ആർക്കെങ്കിലും ശിരസിന് ശരീരത്തെ വേണ്ടെന്നോ ശരീരത്തിന് ശിരസിനെ വേണ്ടെന്നോ പറയുവാനായിട്ട് സാധിക്കില്ല. ഒന്നായി തീരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം എടുക്കുകയാണ്. ഐപിയുടെ ശിരസാണെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ ശിരസാണ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ശരീരഭാഗമാണ്. ശിരസിൽ നമുക്കറിയാം എണ്ണിയാൽ തീരാത്ത പ്രവർത്തനങ്ങൾ നടക്കുക. അതുകൊണ്ട് കണ്ണുൾപ്പെടെയുള്ള ഭാഗം നമ്മൾ ശിരസിന്റെ ഭാഗമായിട്ട് പറയാം. കണ്ണെന്തിനാണെന്ന് നമുക്കറിയാം. കാണേണ്ടതിനെ കണ്ടെടുക്കുന്നതിനും കാണരുതാത്തതിനെ അവഗണിക്കുന്നതിനുമൊക്കെയുള്ള സവിശേഷമായിട്ടുള്ള ഒരു സിദ്ധി കൂടി. ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് കാകദൃഷ്ടി, ഭഗധ്യാനം, അതുപോലെ തന്നെ ശ്വാനനിദ്ര. കാകദൃഷ്ടി നമുക്കറിയാം, കാക്ക നോക്കുന്നത് തനിക്ക് വേണ്ടപ്പെട്ടത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. താൻ ഒഴിവാക്കേണ്ടത് പറന്നു മാറേണ്ടതെന്നാണ് മനസ്സിലാക്കാൻ. ഭഗധ്യാനം എന്ന് പറയുന്നത് ബുക്കിന്റെ പ്രത്യേകിച്ചുള്ള ധ്യാനമാണ്. ഏകാഗ്രമായിട്ടുള്ള ചിന്ത, താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ പറ്റിയുള്ള ചിന്ത. ശ്വാനനിദ്ര നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് കടുത്ത ഉറക്കത്തിലാണെങ്കിലും ശരി, നായ്ക്കൾ വളരെ വിജിലന്റ്, കരുതലുള്ളവരാണ്. നായ്ക്കൾ അവിടെ കിടന്നാൽ നായയുടെ കിടന്ന് ഉറങ്ങുകയാണെന്ന് ഓർത്ത് നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാള് ആ നായയുടെ മുമ്പിൽ കൂടെ പെട്ടെന്നൊന്ന് ക്രോസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ അനുഭവം കിട്ടുമെന്ന് ഉറപ്പാണ്. നായ്ക്കളെ കളിപ്പിക്കാൻ പറ്റില്ലെന്നുള്ളത്. ഓരോ വിവാഹ ജീവിതത്തിലും ഞാൻ വിചാരിക്കുക ഈ സവിശേഷത ഉണ്ടായിരിക്കണം. കണ്ടെത്തേണ്ടത് കണ്ടെത്തുവാനും അപകട ഭീഷണികൾ ഒഴിവാക്കുവാനും നല്ല കാര്യങ്ങളെ സ്വാംശീകരിക്കുവാനും കുടുംബനാഥന് അത് പറഞ്ഞു കൊടുക്കുവാന് കാണിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം. ഇഷ്ടമുള്ളത് ചെയ്യുവാനല്ല കുടുംബാംഗങ്ങളെ പരിശീലിപ്പിക്കാൻ, ഇഷ്ടപ്പെടേണ്ടത് കണ്ടെത്തുക. അതുപോലെ തന്നെ വീടിന്റെ സ്വസ്ഥതയും സ്വച്ഛതയും ആർജിച്ചെടുക്കുവാൻ പറ്റുന്ന കുടുംബം എന്ന് പറയുന്ന മഹാസ്ഥാപനത്തെ പറ്റി ദൈവം സ്ഥാപിച്ച മഹത്വരമായിട്ടുള്ള ആ ദൈവിക സാന്നിധ്യത്തിന്റെ കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ തന്റെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കരുതൽ. നമുക്കറിയാം, ഈ കമഴ്ത്തി വയ്ക്കുന്ന പുരുഷന്റെ കൈ തന്നെ അതിൽ ഇരിക്കില്ല. അതിന് കിട്ടണമെങ്കിൽ സപ്പോർട്ട് കിട്ടണം. ആശിച്ച് കൈ കമഴ്ത്തി വെക്കണമെങ്കിൽ, ശിരസായി വർത്തിക്കണമെങ്കിൽ ഐബിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ശിരസിനെ താങ്ങി നിർത്താൻ. ഒരു ശിരസിനെ തന്നെ നിൽക്കാൻ പറ്റിയ ശിരസ് തന്നെ നിൽക്കുവാൻ പരിശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതിന് ശക്തമായ പിന്തുണ വേണം. അപ്പോഴാ കുടുംബമാകുന്നു. അവിടെ ഏതെങ്കിലും ഒരു അവയവത്തിന് മാറി നിൽക്കാൻ പറ്റില്ല.
പറ്റില്ല, മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ പരിശ്രമിച്ച് തങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ഐശ്വര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളെ കുടുംബങ്ങൾ എന്ന് വിളിക്കുവാൻ പറ്റുക, ആ കുടുംബങ്ങളെ പറ്റി നമുക്ക് അഭിമാനിക്കുവാൻ പറ്റുക. അപ്പൊ എവിടെ പോയ കുടുംബനാഥനും തന്റെ കുടുംബത്തിൽ എത്തുന്നതിനെ പറ്റി ചിന്തിക്കും. ഏത് കുടുംബനാഥയും തന്റെ കുടുംബനാഥനും മക്കളും വരുന്നതിനെ പറ്റി ചിന്തിക്കും. കുടുംബമായിട്ടില്ലെങ്കിൽ നമുക്കറിയാം അത് ദുരന്തമാണ്. ദുരന്ത ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ആർക്കും താല്പര്യമില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ താല്പര്യമില്ല. വൈകുന്നേരം സ്കൂൾ വിട്ടാൽ കുട്ടികള് വീട്ടിലെത്തുന്നതിനെ പറ്റി വലിയ ആകുലതയൊന്നുമില്ല. ചില വീട്ടിലെ കുട്ടികൾ സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിലെത്തുന്നതിനെ പറ്റി ചിന്തിക്കും. അവർക്ക് വീടാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിത പങ്കാളി ജോലി കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിലെത്താമെന്ന് ചിന്തിക്കും. ചിലർക്ക് അവിടെ എത്താതിരിക്കാൻ എന്താ വഴി എന്നുള്ളത് ചിന്തിക്കും. പാണിയോട് പാണി ചേർന്നാൽ പോലെ ഹൃദയത്തോട് ഹൃദയം ചേർണം. നമ്മൾ അടുത്തില്ലെങ്കിലും ഹൃദയം ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥ. ഹൃദയത്തോട് ഹൃദയം ചേരേണ്ട വിധത്തിൽ ചേരണമെങ്കിൽ വിവാഹം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വലിയ ത്യാഗത്തിന്റെ ഒരു വലിയ സഞ്ചാരമാണ്. ഇവിടെ വലിയ ത്യാഗം ആരംഭിക്കുക. നമ്മുടെ വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനത്തില്, എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറന്നു കളയുക. ഇത് സ്ത്രീക്ക് മാത്രമുള്ള, പുരുഷനോട് വിശുദ്ധ പറയും, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരണം. അതിനകത്ത് മാതാപിതാക്കന്മാർക്കും മക്കൾക്കുള്ള നിർദ്ദേശം ഈ രണ്ട് ഭാഗത്തുമുണ്ട്. സ്ത്രീ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ജീവിത പങ്കാളിയോട് ചേരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ച് വളർന്ന വീടിനെയും ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരെയും പുച്ഛിച്ച് അവഗണിച്ച് അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ആർക്കും പറ്റില്ല. നിൽക്കാൻ ഒരു ഗ്രൗണ്ട് വേണം. നിൽക്കാൻ നമുക്ക് മണ്ണില്ലെങ്കിൽ എവിടെ നിന്നിട്ടാ നമ്മൾ ചാടുന്നത്? അപ്പൊ അവിടെ നമുക്കൊരു ആവശ്യമാണ് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറന്നു കളയുക, മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുക എന്നൊക്കെ സ്ത്രീയോടും പുരുഷനോടും പറയുമ്പോൾ അതിന്റെ അർത്ഥം ആരെങ്കിലും തള്ളിക്കളയുവാനല്ല, മറിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന ബന്ധങ്ങൾ അതേ ശക്തിയിൽ നിലനിർത്തിക്കൊണ്ട് അതിലും ഉദാത്തമായ ഒരു ബന്ധത്തിലേക്ക് ഉയർന്നു വരാനുള്ള വഴി. ഉള്ള ഒരു ബന്ധവും തകർക്കാനല്ല. സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിവാഹ ബന്ധങ്ങൾ എത്ര ശക്തമാണ്. രണ്ട് നല്ല കുടുംബങ്ങളിൽപ്പെട്ട രണ്ട് നല്ല വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നത് വഴി രണ്ട് ബന്ധു കുടുംബങ്ങളും അവരുടെ ശൃംഖലകളും ഒരുമിച്ച് ചേരുക. ഇന്നലെ ഞങ്ങളുടെ അച്ഛന്മാരും കുറെ പേരെത്തിയുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കുടുംബങ്ങളോടുള്ള സ്നേഹബന്ധവും രക്തബന്ധവും അതുപോലുള്ള കുടുംബ ബന്ധങ്ങളും സാഹോദര്യങ്ങളുടെയും ഒക്കെ പേരിൽ വരും. അവിടെ നമുക്ക് വരുവാൻ പറ്റുന്ന എപ്പോഴാണ്? ചില വീടുകളിൽ നമുക്ക് വരാൻ തോന്നും എപ്പോഴാണ്? അവിടെ ചെന്നാൽ എപ്പോഴും ഒരു സ്വീകാര്യത, ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, അവരുടെ ഒരു മനോഭാവമുണ്ട്. അതിഥികൾ വരുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിലെ എന്ന് നമുക്കറിയാം, ഇന്നത്തെ പോലെ സാമ്പത്തിക സുരക്ഷത ഇല്ലാതിരുന്ന കാലത്തും അതിഥികൾ വരുമ്പോഴും വലിയ സന്തോഷമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇളം തലമുറകൾ ഭരണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവര് അതിഥികൾ വരുന്നത് അസ്വസ്ഥതയാണ്. സ്വന്തം മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ വരുന്ന അസ്വസ്ഥതയുള്ളവരും അവരുടെ മക്കൾ വരുന്ന അസ്വസ്ഥതയുള്ളവരും. ചിലയിടങ്ങളിൽ അങ്ങനെയല്ല, ഇത് വരുന്ന സന്തോഷം. നമ്മൾ ചിന്തിക്കും. ഈ പറയുന്ന രണ്ട് വിട്ടുകൊടുക്കല് അല്ലെങ്കിൽ രണ്ട് ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അർത്ഥമാക്കുക കൂടുതൽ ഔന്നിത്യമുള്ള ഉദാത്തമായ ഒരു ബന്ധത്തിലേക്ക് ഈ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രവേശിക്കുക. ഒപ്പം ഈ രണ്ടുപേര് നല്ല ബന്ധത്തിലാകുന്നതോടെ രണ്ട് കുടുംബങ്ങളും അവരുടെ നെറ്റ്വർക്കുകൾ മുഴുവനും ഒരുമിച്ച് യോജിക്കുകയാണ്. ഇരട്ടി ബലമാണ്. തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, വിവാഹം വഴി ഓരോ വ്യക്തിയും ഇരട്ടി ശക്തി ആർജിക്കുന്നു. മനുഷ്യൻ ഇന്നായിരിക്കുന്നതിന്റെ ഇരട്ടികളായിരുന്നു എന്ന് പറയുന്നത്, ശാരീരികമായും ഭൗതികമായും മാനസികമായൊക്കെ. പക്ഷെ മനുഷ്യൻ ദൈവങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രീക്ക് ദൈവങ്ങളെ അവതരിച്ചിരിക്കുക. ആ ദൈവങ്ങള് ഒന്നു ചേർന്ന് മനുഷ്യനെ പകുതികളാക്കാൻ തീരുമാനിച്ചു എന്നാണ് ഗ്രീക്ക് പുരാണം. ആ പകുതികളാക്കപ്പെട്ട മനുഷ്യർ വീണ്ടും ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്നു. ഒന്നു ചേരുന്നത് വിവാഹത്തിലാണെന്നാണ് പ്ലേറ്റോയുടെ ഒരു നിഗമനം. സഭ
ആ പുരാണം അതേപടി എടുക്കുന്നില്ലെങ്കിലും സഭാസമിതിയിൽ വിവാഹത്തിന് സന്തോഷത്തോടെ ഉത്തരമരുളുക ഈ വ്യക്തികളുടെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി. ഈ രണ്ട് വ്യക്തികൾ ഒന്നു ചേർന്നാൽ പോരാ, അവർ ഒന്ന് ചേരണമെങ്കിൽ സത്യത്തിൽ ഈ സങ്കീർത്തന വചനവും സുവിശേഷ വചനവും മാതാപിതാക്കന്മാർക്കും ബന്ധുജനങ്ങൾക്കും ഉള്ളത് ഒരു വിട്ടുകൊടുക്കൽ പ്രക്രിയ ഉണ്ട്. വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണ്. എത്രമാത്രം ആശിഷിന്റെയും ഐബിയുടെയും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ബന്ധുക്കളും അവരെ പുതിയ കുടുംബജീവിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അത്രമാത്രം ഇവർ ഈ വിവാഹ ജീവിതം വിജയിപ്പിക്കും. വിവാഹം വിജയിക്കുകയില്ലെന്നാണ് പറയുന്നത്, ഒരിക്കലും വിജയിക്കുകയില്ല, അത് വിജയിപ്പിക്കണം. വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കെട്ടിയത് കൊണ്ട് ആരും നന്നായിട്ടില്ല, നമ്മുടെ പച്ച മലയാളത്തിൽ പറയും. പിന്നെയോ കെട്ടുന്നത് വഴി മറ്റുള്ളവരുടെ പിന്തുണയും ദൈവാനുഗ്രഹവും ചേർത്ത് പിടിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ ബോധപൂർവമായ പരിശ്രമം രണ്ടു ഭാഗത്തുനിന്നും വേണം. ബോധപൂർവമായ ചില പരിശ്രമമാണ് ചിലപ്പോൾ കണ്ണങ്ങ് അടയ്ക്കുക, ചെവിയൊന്ന് അടയ്ക്കുക, നാവൊന്ന് അടക്കുക. നമ്മളുടെ വലിയ പിതാവ് പള്ളിക്കാപ്പുറത്തെ പിതാവ് ചിലപ്പോൾ പറയുന്ന ഒരു വാചകങ്ങളുണ്ട്, a good administrator is to be half deaf, half dumb and half blind. നല്ല ഭരണകർത്താവ് കുറെ കേൾക്കാൻ പാടില്ല, കുറെ കാണാൻ പാടില്ല, കുറെ സംസാരിക്കാൻ പാടില്ല. വിവാഹ ജീവിതം ചൊവ്വേ നേരെ കുറെയെങ്കിലും നയിച്ചിട്ടുള്ള, കുറെയെങ്കിലും വിജയിച്ചിട്ടുള്ളവരുടെ പലരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മുഴുവൻ വിജയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കൈമുക്കുന്നത് വിരോധി. അവരോട് ചോദിച്ചാൽ അവർ പറയും ചില കാര്യമൊന്നും കണ്ടില്ലെന്ന് വെച്ചപ്പോഴാണ് വിജയിച്ചത്. എന്നാ ഇപ്പൊ തന്നെ ഒതുക്കിയേക്കാം, അവളോട് നമ്മൾ പറഞ്ഞ വാക്ക് രണ്ടെണ്ണം പറഞ്ഞേക്കാം. ഇല്ല, ഇവനൊരു പ്രത്യേക ഏതാണല്ലോ, ഇവനോട് രണ്ടൊന്നും ആദ്യം തന്നെ ശരിയാക്കിയില്ലെങ്കിൽ ശരിയാക്കിയെന്ന് പറഞ്ഞ് തുടങ്ങിയവരൊന്നും മുമ്പോട്ടധികം പോയിട്ടില്ല. നമ്മൾ പറയുന്ന കൊത്തിപ്പിടിക്കുന്ന അസുഖം ഉണ്ടെങ്കിൽ, കോഴിയുടെ അസുഖം, പൊരുതുന്ന അസുഖമുള്ള ആരും വിവാഹ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അവര് വിജയിച്ചിട്ടുണ്ട്. പതിര് ഒറ്റയ്ക്ക് ഏറ്റു നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കാം. കതിര് കുമ്പിടും, പതിര് ഇങ്ങനെ തലതെറിച്ച്. ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ, ചിലത് കേട്ടില്ലെന്ന് നടിക്കാൻ. അതുപോലെ ബന്ധുക്കൾ ചെയ്യേണ്ട എല്ലാ കാര്യത്തിലും എന്നതാണ് അവിടെ അതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാലും നടക്കണ്ട. അല്ലെ എന്നതാണ് അവിടെ ഇങ്ങനെ ഈയിടെ ഏതാണ്ട് മുഖത്തൊരു വാട്ടം കാണില്ല, എന്നാലും വാട്ടം ഉണ്ട്, അവള് പറഞ്ഞോളൂ, അല്ല അവൻ പറഞ്ഞോളൂ. ഇതെല്ലാം എത്തിപ്പിടിക്കാൻ നമ്മളെല്ലാം അവരുടെ കാര്യമൊന്നുള്ളൂ. നമ്മുടെ പരിപാടി ഇന്നവരെ കെട്ടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മര്യാദ ഇരിക്കേണ്ടത് ഇരിക്കാന്നുള്ളത്. അവർക്ക് സാമാന്യ ബുദ്ധിയും വിവരമുള്ള പിള്ളേരാണ്, അത്യാവശ്യം ലോകം കണ്ടവരാണ്, അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരം ഉണ്ടെന്ന് അനുമാനിച്ചാൽ മതി. അവരെക്കാൾ കൂടുതൽ വിവരം നമുക്കുണ്ടെന്ന് കണ്ടാൽ അവരുടെ പ്രശ്നം നമ്മുടെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, പിന്നെ അവരുടെതെല്ലാം ഏറ്റെടുത്ത് പരിഹരിക്കാൻ പോകും. അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ ദാർഢ്യവും ഔദ്യോഗികവും ഒക്കെ വർദ്ധിക്കുമ്പോൾ കോണ്ട വിടറ അവിടെ അവരുടെ വീട്ടില് എടി ഒരു മിസ്ഡ് കോൾ പോലും വിടണ്ട, കിട്ടുന്ന ടാക്സിക്ക് ഇങ്ങനെ പോന്നേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്ന ജാടയുള്ള അപ്പന്മാരുടെ അമ്മമാരുടെ ഒരു ലോകം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുക തീർച്ചയായിട്ടും ഒരു അനുഗ്രഹീതരാണ്. ആൽബിയുടെ കുടുംബത്തെ എനിക്കറിയാം, ആശിഷിന്റെ കുടുംബത്തെ എനിക്കറിയത്തില്ല. എങ്കിലും തീർച്ചയായിട്ടും രണ്ട് വ്യക്തികളും ഒരേ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, കണ്ടും സംസാരിച്ചും പരിചയമുള്ളവർ, തീർച്ചയായിട്ടും നല്ല രണ്ട് കുടുംബങ്ങളാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ നല്ല രണ്ട് കുടുംബങ്ങൾ, അതിൽപ്പെട്ട രണ്ട് നല്ല വ്യക്തികളും, അവർക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അവരുടെ മാതാപിതാക്കന്മാർക്കും പ്രിയപ്പെട്ടവർക്കും അറിയാം. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരാളെ പോലെ മറ്റൊരാൾ ഇല്ല. 7 പേര് ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ പോലെ മറ്റൊരാളില്ല. നമ്മളുടെ വീട്ടിൽ പഠിച്ചതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധപ്പെടും. കെട്ടിവന്ന മരുമകൾ ഇന്നപോലെ ആയിരിക്കണം, കെട്ടിവന്ന മരുമകൾ ഇന്നപോലെ ആയിരിക്കണമെന്ന് നമ്മൾ പടം വരച്ച് ചാർട്ട് വരച്ചിട്ട് അതിൻ്റെ അവിടെ നിശ്ചയിച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഒരു വീട്ടില് നമ്മുടെ ഇച്ചാച്ചന് അല്ലെ പപ്പ വന്നാൽ പിള്ളേരെല്ലാം ഏക്കും, എണീക്കും. ഒരു വലിയ ആദരവായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകുന്നില്ല. പിള്ളേർ അവിടെ ഇരുന്നോണ്ട് പപ്പയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് എവിടെ ഇരുന്നോന്നാണ് പറയുന്നത്. ഇതിലേതാ കൂടിയത് ഏതാ കുറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു സൗഹൃദത്തിന്റെ രീതി ഉള്ളതുകൊണ്ട് ആദരവില്ലെന്ന് നമുക്ക് പറയത്തില്ല. പിള്ളേരാരും കേൾക്കാൻ പോകുന്നില്ല, ചേച്ചി കേൾക്കാൻ പോകുന്നില്ല. പപ്പ എവിടെ ഇരുന്നോന്ന് പറഞ്ഞ് പപ്പായെ കൂടെ പിടിച്ചോണ്ട് ഇരുത്തും. മറ്റൊരു പപ്പ
അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പിള്ളേർ റിവേഴ്സിലാണ് വണ്ടി വിടുന്നത്, പുറകിൽ കൂടെ പോയി അടുക്കളയിൽ കൂടെ കയറി വരും. അത് മോശമാണെന്ന് നമുക്ക് പറയത്തില്ല, അത്രയും വേണമെന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇത് രണ്ടും ആദരവിന്റെ രീതിയാണ്. പക്ഷെ പിള്ളേരെ ഒപ്പം പിടിച്ചിരുത്തുന്ന വീട്ടിൽ, അല്ല അപ്പനെ ഒപ്പം പിടിച്ചിരുത്തുന്ന വീട്ടുകാർക്ക് ഈ റിവേഴ്സിൽ പോകുന്ന വീട്ടുകാരെ കണ്ടാൽ മനസ്സിലാകണം. റിവേഴ്സിൽ അപ്പൻ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാരണത്താൽ മുമ്പോട്ട് പോലും നടക്കില്ല, പുറകോട്ട് നടക്കുന്ന വീട്ടുകാർക്ക് ഈ കാൽമാരൊക്കെ ഇതുപോലെ അമ്മാനമാടുന്ന പിള്ളേരെ ചിലപ്പോൾ ദഹിച്ചൊന്നും വരികയില്ല. ഞാൻ രണ്ട് എക്സ്ട്രീം പറഞ്ഞത്. ഇവർ രണ്ടും ഞങ്ങളുടേതാ നല്ലത്, ഇന്നത് മോശമാണെന്ന് വിധി എഴുതിയാൽ അതത് ദയനീയമാണ്. ലോകം കണ്ടിട്ടുള്ള നമുക്കറിയാം, ഓരോ വ്യക്തിക്കും അവരുടെ പ്രത്യേകതയുണ്ട്. അതിൽ ഉൾക്കൊള്ളാവുന്നതിനെ മുഴുവൻ ഉൾക്കൊള്ളുക, അവഗണിക്കേണ്ടതിനെ മുഴുവൻ അവഗണിക്കുക, ഒട്ടും പറ്റാത്തതിനെ മാത്രം തിരുത്താൻ നോക്കുക. വിവാഹ ജീവിതം പഠിച്ചിരിക്കും. ഈ നല്ല രണ്ട് കുടുംബങ്ങളിൽ, രണ്ട് നല്ല ക്രൈസ്തവ രൂപീകരണം ലഭിച്ച നല്ല രണ്ട് കുടുംബങ്ങളിൽ പരിശീലനം ലഭിച്ച് വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുള്ള ആശിഷും ഐബിയും വിവാഹിതരാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കുഴൂർ ഇടവകയിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ദമ്പതികളായിട്ട് ഒരു ഉയരുമെന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരും പ്രിയപ്പെട്ട വികാരിച്ചോട് ചേർന്ന് ബന്ധുക്കളോടും സഹോദരങ്ങളോടും മാതാപിതാക്കന്മാരോടും ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല ഒരു വെല്ലുവിളിയായിട്ട് ഈ ജീവിതത്തെ കണക്കാക്കുക. ഇന്ന് കൊടുക്കുന്ന അതേ എന്നുള്ള ഉത്തരം ഒരു ആരംഭമാണ്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഈ അതേ ജീവിച്ച് കാണിക്കാം എന്നുള്ളതിന് നമുക്ക് സാധിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും പ്രത്യേകമായ മാധ്യസ്ഥം നിങ്ങൾക്കായിട്ട് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.